മുട്ടിൽ മരമുറി കേസിൽ അഗസ്റ്റിൻ സഹോദരങ്ങൾക്ക് തിരിച്ചടി. തടികൾ വനം വകുപ്പ് കണ്ടുകെട്ടിയതിനെതിരെ സമർപ്പിച്ച അപ്പീൽ കോടതി തള്ളി. തടികൾ സർക്കാരിന്റേതല്ല, തങ്ങളുടേതാണെന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. റോബിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? രേഷ്മ, മുട്ടിൽ മരമുറി കേസ് രണ്ട് തരത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ അന്വേഷണം പോകുന്നത്. ഒന്ന്, അതിന്റെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടക്കുന്നു. മറ്റൊന്ന്, വനം വകുപ്പ് എടുത്തിരിക്കുന്ന കേസുകളാണ്. സർക്കാരിന്റെ വനം, അതായത് സർക്കാരിന്റെ വനത്തിലുള്ള ഭൂമി ഈ പ്രതികൾ ചേർന്ന് അനധികൃതമായി വെട്ടിയെടുത്തു എന്നതാണ് ആ കേസിന്റെ ആധാരം. അതിനെതിരെ 27ഓളം കേസുകളാണ് വനം വകുപ്പ് ചുമത്തിയിരുന്നത്. ആ കേസുകളിലൊക്കെയും ഈ പ്രതികൾ, അഗസ്റ്റിൻ സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ കോടതിയെ സമീപിച്ച് അപ്പീലിന് ശ്രമിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ അതിന്റെ വാദവും നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അക്കാര്യത്തിൽ കോടതി ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഈ അഗസ്റ്റിൻ സഹോദരന്മാർ സമർപ്പിച്ചിരിക്കുന്ന അപ്പീൽ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയിരിക്കുകയാണ്. ഈ കേസിൽ അത് തന്നെ നിർണായകമായ സാഹചര്യമാണുള്ളത്. അതായത് തടികളൊക്കെയും തങ്ങളുടേതാണ്, നിയമപരമായി സർക്കാരിന്റേതല്ല എന്നതായിരുന്നു അവരുടെ വാദം. അങ്ങനെയാണ് അവർ ചൂണ്ടിക്കാട്ടി അപ്പീൽ നൽകുകയും ചെയ്തത്. പക്ഷേ ആ അപ്പീൽ തള്ളിയതുകൊണ്ട് തന്നെ ഈ തടി സർക്കാരിന്റേത് തന്നെയാണ് എന്ന കാര്യത്തിൽ കോടതി നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉറഞ്ഞു തുള്ളുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സാങ്കല്പിക ഇരകളെ ഉണ്ടാക്കാൻ ശ്രമങ്ങൾ നടത്തുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ ഇങ്ങനെ വെട്ടിക്കീറുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിലെ പച്ചയിറച്ചി കൊത്തി തിന്നുമ്പോൾ ഒക്കെ ഈ കാട്ടുകള്ളൻ വീരപ്പൻ ആൻഡോ അഗസ്റ്റിൻ എന്താണ് സ്വപ്നം കണ്ടത്? സ്വപ്നം കണ്ടത് മറ്റൊന്നുമായിരുന്നില്ല. തൻ്റെ തലയിൽ മുകളിൽ നിൽക്കുന്ന 40ഓളം കുറ്റപത്രങ്ങളുണ്ട്. ആ 40ഓളം കുറ്റപത്രങ്ങളിൽ തനിക്ക് രക്ഷപ്പെടണം. അതിനെന്താ വഴി? പിണറായി വിജയന് മണിയടിക്കണം. പിണറായി വിജയന് മണിയടിച്ചു കൊണ്ടിരുന്നാൽ, സഖാക്കളെ സുഖിപ്പിച്ചു കൊണ്ടിരുന്നാൽ തനിക്കതിൽ നിന്ന് രക്ഷപ്പെടണം. എല്ലാം നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഈ രാജ്യത്ത് കൊലപാതകം ചെയ്താലും ക്രിമിനൽ കുറ്റമാണ്, സ്ത്രീകൾക്കെതിരെ അക്രമം നടത്തിയാൽ ക്രിമിനൽ കുറ്റമാണ്, അതുപോലെ തന്നെ ക്രിമിനൽ കുറ്റമാണ് പൊതുമുതൽ കൊള്ളയടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പൊതുമുതൽ വേണ്ട രീതിയിൽ കൊള്ളയടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിലും ഇവൻ്റെ പഴയകാല ചരിത്രമൊന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. ജനങ്ങളെ എങ്ങനെയൊക്കെ വിഡ്ഢികളാക്കാം, പൊട്ടന്മാരാക്കാം എന്നുള്ളതാണ് ഇവൻ അന്ന് മുതൽ ഇന്ന് വരെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മെസ്സിയെ കൊണ്ടുവരും, മെസ്സിയെ കൊണ്ടുവരും, മെസ്സിയെ കൊണ്ടുവരും. ഒരു ഒലക്കയും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അവസാനം തിരുവനന്തപുരത്തെ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ പോലും കൊള്ളയാണ്. എല്ലാം ചെയ്യുന്നത് അത്രയും കൊള്ള, പറ്റിപ്പ് വെട്ടിപ്പ് തട്ടിപ്പ്. എന്നിട്ട് ഇവൻ ആരാ? ഇവൻ മാധ്യമപ്രവർത്തകനാണത്രേ, ഇവൻ രാഷ്ട്രീയ നിരീക്ഷകനാണത്രേ. കാശ് കൊള്ളയടിച്ചുണ്ടാക്കിയ കാശ്, കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിച്ചുണ്ടാക്കിയ കാശ് അല്ലേ? ആ പൊതുമുതൽ കൊള്ളയടിച്ചുണ്ടാക്കിയ കാശ്, ആ കാശിന് റിപ്പോർട്ടർ TV വാങ്ങി. അത് വാങ്ങുമ്പോൾ ഒരു ഡീലുണ്ടാക്കിയിരുന്നു. എന്താണ്? പിണറായി വിജയനെ മണിയടിക്കുന്ന പരിപാടി അത് ഞാൻ എവിടെ ഇരുന്ന് ചെയ്യും, പകരം വിജയൻ എനിക്ക് ചെയ്തു തരേണ്ടത് എൻ്റെ തലക്ക് മീതെ നിൽക്കുന്ന 40 കുറ്റപത്രങ്ങൾ, അതിൽ ഒരു തീരുമാനമുണ്ടാക്കി തരണം. അതായിരുന്നു ഡീൽ. അതിനു വേണ്ടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിക്കേറിയത്. കാരണം പിണറായി വിജയൻ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഈ റിപ്പോർട്ടർ TV ഉണ്ടാകും, ഈ വേശ്യാ മാധ്യമം ഉണ്ടാവും, ഈ കൂട്ടിക്കൊടുപ്പുകാരനുണ്ടാവും. ഇവൻ രാഷ്ട്രീയ നിരീക്ഷകനായി വന്നിരിക്കും ക്യാമറക്ക് മുന്നിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ ഒരു ഗതികേട്. നമ്മളൊക്കെ ജീവിക്കുന്നത് ഇവൻ രാഷ്ട്രീയം പറയുന്നത് കേൾക്കാനാ. ഇവനാണ് രാഷ്ട്രീയ നിരീക്ഷകൻ. ആര്? ആൻഡോ അഗസ്റ്റിൻ, ക്രിമിനൽ, കാട്ടുകള്ളൻ, നല്ല ഒന്നാം തരം പക്കാ ക്രിമിനൽ. ആ ക്രിമിനലാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാമൂഹിക വിഷയങ്ങളിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആര്? കാട്ടുകള്ളൻ വീരപ്പൻ. ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഭൂലോക ക്രിമിനൽ. ഈ ക്രിമിനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മണിയടി പരിപാടി, അതായത് PR പരിപാടി, ഈ PR വർക്കിന് പിണറായി വിജയൻ ആൻഡോയുടെ തിട്ടം നക്കുകയായിരുന്നു ഇത്രയും ദിവസം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 40 കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട വ്യക്തി, ആ വ്യക്തി സ്റ്റുഡിയോ റൂമിൽ, ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്നു. അപ്പം എന്താ പണത്തിൻ്റെ ഒരു പവർ? പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പരുന്തിനെന്തിനാ പണം? പണം മനുഷ്യനല്ലേ ആവശ്യം
അല്ലേ? ആ മനുഷ്യൻ പണത്തെ കൊണ്ട്, ഒരു ക്രിമിനല് പണമുള്ളത് കൊണ്ട് അവൻ രാഷ്ട്രീയ നിരീക്ഷകനായി മാറുന്നു, അവൻ മാധ്യമ പ്രവർത്തകനായി മാറുന്നു. പക്കാ ക്രിമിനൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്കാ ക്രിമിനൽ, എല്ലാ അർത്ഥത്തിലും ക്രിമിനൽ. ആ ക്രിമിനൽ രാഷ്ട്രീയ നിരീക്ഷകനാകുന്നു. അവൻ രാഷ്ട്രീയ നേതാക്കളെ വിചാരണ ചെയ്യുന്നു. അവൻ കോടതി ഉണ്ടാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാധ്യമ വിചാരണ നടത്തുന്നു. ആരാ നടത്തുന്നത്? ഈ ക്രിമിനൽ, ഈ പക്കാ ക്രിമിനൽ. ഇന്നിപ്പോ കോടതിയിൽ ഇവന്റെ അപ്പീൽ തള്ളുകയാണ് കോടതി. പൊതുമുതൽ, അത് സർക്കാരിൻ്റെതല്ല. സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ പൊതുമുതൽ. ആ പൊതുമുതൽ എൻ്റെതാണെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ക്രിമിനൽ എന്താണ് വാദിക്കുന്നത്? കട്ടിട്ടില്ല എന്നല്ല പറയുന്നത്, കൊള്ളയടിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, പകരം അത് സർക്കാരിൻ്റെതല്ല, എൻ്റെതാണെന്ന്. ഈ ക്രിമിനൽ ആൻഡോ അഗസ്റ്റിൻ എന്നിട്ട് നമ്മുടെ മുന്നിൽ ആരാവുന്നു? രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹിക നിരീക്ഷകൻ, മാധ്യമ പ്രവർത്തകൻ. അരെ വാ, നമ്മുടെ പ്രബുദ്ധ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. വലിയ പ്രബുദ്ധതയാ നമുക്കൊക്കെ. ഈ ക്രിമിനൽ ഇവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ഇവൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ച്, ഇവൻ്റെ അജണ്ടകൾക്കനുസരിച്ച് എതിരാളികളെ വെട്ടിമുറിക്കുക. അതിനുള്ള അധികാരം എന്താ? മാധ്യമ പ്രവർത്തനമാണത്രേ. രാഹുൽ മാങ്കൂട്ടത്തിലെ കൊത്തി കീറിയത്, അതിന് നേതൃത്വം നൽകിയത് ഇവനാ, ഈ ക്രിമിനലാ. എന്തിനു വേണ്ടിയിട്ട്? ഇവൻ ക്രിമിനലാണെന്ന് ഇവൻ അഴിയെണ്ണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ പിണറായി വിജയൻ്റെ കുണ്ടി ഇങ്ങനെ നക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശ്രീനാദേവിയെ വിളിച്ച് സാങ്കല്പിക ഇരയാകോ എന്ന് ചോദിച്ചത് ആരാ? ഇവൻ്റെ സ്ഥാപനത്തിലെ ഇവൻ്റെ സ്റ്റാഫാണ്, അല്ലേ? ഇതേ റിപ്പോർട്ടർ TV എന്ന് പറഞ്ഞാൽ ഇത് റിപ്പോർട്ടർ TV ആണോ? ഒരു ദൃശ്യമാധ്യമം, ഓക്കെ, ഇതൊരു ന്യൂസ് ചാനലാണെന്നൊന്നും ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അവിടെ നടക്കുന്നത് മാധ്യമ പ്രവർത്തനമല്ല, അവിടെ നടക്കുന്നത് പക്കാ വേശ്യാലയമാണത്. ആ റിപ്പോർട്ടർ TV എന്ന് പറയുന്ന വേശ്യാലയത്തിൻ്റെ മുതലാളിയായിട്ടുള്ള മാമാപ്പടിക്കാരൻ, കൂട്ടിക്കൊടുപ്പുകാരൻ ആൻഡോ അഗസ്റ്റിൻ കള്ളനാണെന്ന് കോടതി വിളിച്ചു പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വേശ്യാലയം നടത്തിപ്പുകാരൻ, ഈ മാമാപ്പണിക്കാരൻ, ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ട് അത് നക്കുന്ന ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന വേശ്യാലയം നടത്തിപ്പുകാരൻ നമ്മളോട് രാഷ്ട്രീയം പറയുന്നു, സാമൂഹിക നിരീക്ഷണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത്. എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കിയേ. എത്രമാത്രം ഗതികെട്ട ഒരു സ്ഥിതിയിലൂടെ കേരളത്തിൻ്റെ പൊതുസമൂഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ കാണാറില്ല. ഞാൻ പലപ്പോഴും റിപ്പോർട്ടർ TV ആയിട്ട് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഞാൻ റിപ്പോർട്ടർ TV ഞാൻ കാണാറില്ല. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിവാദമുണ്ടാകുമ്പോൾ അതിൻ്റെ ക്ലിപ്പുകൾ എവിടെയാണ് കിട്ടുന്നത് നോക്കാറുണ്ട്. ശരി തന്നെയാണ്. അതല്ലാതെ ഇപ്പോൾ ഒരു വാർത്ത കേൾക്കണമെന്ന് കരുതിയിട്ട് ഞാൻ റിപ്പോർട്ടർ TV കാണാറില്ല. ആ വേശ്യാലയത്തിൻ്റെ കൂടെ നിൽക്കാൻ, അതിനോട് ചേർന്ന് നിൽക്കാൻ ഒരു രീതിയിലും ഞാൻ തയ്യാറാവില്ല. കാരണം ഇവനെപ്പോലെയുള്ള ക്രിമിനലുകൾ അല്ല ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തേണ്ടത്. ആ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആ പ്രവൃത്തിക്കൊരു മൊറാലിറ്റി ഉണ്ട്, ഒരു എത്തിക്സ് ഉണ്ട്, അതിനൊരു ചട്ടക്കൂടുകളുണ്ട്. അതിനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ക്രിമിനൽ പണമുള്ളത് കൊണ്ട് എന്തും വിലക്ക് വാങ്ങാൻ കിട്ടുന്ന ഈ ലോകത്ത് ഒരു ചാനൽ അങ്ങോട്ട് വിലക്ക് വാങ്ങിയിട്ട് അവിടെ കയറിയിരുന്ന് ഈ പറയുന്ന കൂട്ടിക്കൊടുപ്പ് വേശ്യാലയം നടത്തിപ്പിക്കാക്കി മാറ്റുന്ന ആ രീതിയോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ ഇവൻ്റെ ന്യൂസ് റൂമിൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പച്ചക്ക് ഇങ്ങനെ കൊത്തി തിന്നുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ടർ TVയുടെ ന്യൂസ് റൂമിൽ നിന്ന് ഒരു മാധ്യമ പ്രവർത്തകർക്ക് വലിയ ആക്രമണം നേരിടേണ്ടി വരുന്നത്. അവിടെ നിന്ന് പടിയിറങ്ങിയ ആ മാധ്യമ പ്രവർത്തക. അപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ആ കൂട്ടിക്കൊടുപ്പുകാരായിട്ടുള്ള കുറച്ചെണ്ണമുണ്ട്. അവർ കൊടുത്ത ഉപദേശം എന്താ? പുറത്ത് പറയരുത്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകരുത്, കരിയറിനെ ബാധിക്കും. എന്നാ കരിയർ? ഈ ക്രിമിനലിൻ്റെ കൂടെയൊക്കെ ഒരു ജോലി ചെയ്യുന്നതിലും നല്ലത് വേറെ ഒരുപാട് പണികളുണ്ട്, അല്ലേ? അപ്പോൾ ഇവൻ കള്ളനാണ്, കാട്ടുകള്ളനാണ്, പൊതുമുതൽ കൊള്ളയടിച്ച ക്രിമിനലാണ് ആൻഡോ അഗസ്റ്റിൻ എന്ന് കോടതി തന്നെ ആവർത്തിച്ച് പറയുന്നു. കോടതി ഓരോ ദിവസവും ഇത്തരം ആവർത്തിച്ച് ഈ കാര്യങ്ങൾ വളരെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവൻ അപ്പീലിന് പോവുകയാണ് പരിപാടി. ഒരു ചാനലുണ്ട് കരുതി കോടതിയെ വിലക്ക് വാങ്ങാമെന്ന് കരുതി.
പക്ഷേ കോടതിക്ക് മുന്നിൽ നടക്കുന്നില്ല. പിണറായി വിജയനെ ഒരുപാട് മയപ്പെടുത്തി നോക്കി. പിണറായി വിജയൻ്റെ കുണ്ടി നക്കി കൊടുത്തു, സഖാക്കളുടെ കുണ്ടി നക്കി കൊടുത്തു. ഏറ്റവും അവസാനം ഇവൻ ചെയ്തൊരു പണിയുണ്ട്. എന്താ? വി ഡി സതീശൻ, കേരളത്തിൽ ആദ്യമായിട്ട് വി ഡി സതീശൻ ഒരു പോഡ്കാസ്റ്റിൽ പങ്കെടുക്കുക. 2 മണിക്കൂറിൻ്റെ മുകളിൽ വരുന്ന പോഡ്കാസ്റ്റ്. ആ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങിയതിന് ശേഷം ഇവനും ഈ ക്രിമിനൽ ആൻറ്റോ അഗസ്റ്റിൻ അവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൻ്റെ ന്യൂസ് റൂമിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു കേരളത്തിലെ പ്രശസ്തനായ RJ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഒരുത്തനെ വിളിച്ചു വരുത്തി. RJ മാത്തുക്കുട്ടിക്ക് എന്താ? അവൻ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് അവനിക്ക് പേയ്മെൻറ്റ് ലഭിക്കണം. അവൻ്റെ സമയത്തിനുള്ള പേയ്മെൻറ്റ് അവനിക്ക് ലഭിക്കണം. അത് ലഭിച്ചാൽ അവനൊക്കെ എന്തും ചെയ്യും. RJ മാത്തുക്കുട്ടി എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇവനുണ്ടാക്കി കൊടുത്ത ക്വസ്റ്റ്യൻ ഇവനോട് തന്നെ ചോദിക്കുന്നു. എന്നിട്ട് ഇവൻ തന്നെ ഉത്തരവും പറയുന്നു. ഉത്തരമുണ്ടാക്കിയതും ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതും ഈ ക്രിമിനൽ. അവനെ തന്നെ വെളുപ്പിക്കാൻ അവൻ. എന്നിട്ട് വി ഡി സതീശൻ മോഡലിൽ ഒരു 2 മണിക്കൂർ ഇൻ്റർവ്യൂ. വാ എല്ലാം കേരളത്തിലെ ജനങ്ങൾ കണ്ട് നന്നായിട്ട് ബോധിച്ചു. എന്നിട്ട് അതിനെ ഏറ്റുപിടിച്ച് കൊണ്ട് നടക്കാൻ അടിമ സഖാക്കളോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ഗതികേടാണ്, എന്തൊരു ഗതികേടാ. ഇവരെയൊക്കെ സഹിക്കേണ്ട ഗതികേടിൽ കേരളത്തിലെ ജനം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വല്ലാത്തൊരവസ്ഥ. നമ്മളെന്ത് തെറ്റ് ചെയ്തു? ഇവനെ പോലെയുള്ളവനെ സഹിക്കേണ്ട ഗതികേട് നമുക്കെന്തിനാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അപ്പോൾ ഈ ക്രിമിനൽ, ഈ പക്കാ ക്രിമിനൽ കാട്ടുകള്ളൻ രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിക്കേറിയ, ഈ പറയുന്ന മാധ്യമ വിചാരണ നടത്തിയ വേശ്യാലയം നടത്തിപ്പുകാരൻ ആൻറ്റോ അഗസ്റ്റിൻ, ഈ ആൻറ്റോ അഗസ്റ്റിൻ കള്ളനാണെന്ന് കോടതി ആവർത്തിച്ചു പറയുന്നു. എന്നാൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതികൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതി പറയുന്നു, എവിടെ പീഡനം, എവിടെ ബലാത്സംഗം? കോടതിക്ക് നോക്കിയിട്ടൊന്നും പീഡനവും ബലാത്സംഗവും കാണാൻ കഴിയുന്നില്ല എന്ന് കോടതിയും പറയുന്നു. അതേ കോടതി ഈ കാട്ടുകള്ളൻ്റെ കാര്യത്തിൽ പറയുന്നു, ഇവൻ കള്ളൻ തന്നെ, പൊതുമുതൽ കൊള്ളയടിച്ച കള്ളൻ തന്നെയാണ്, ക്രിമിനൽ തന്നെയാണ് ഈ പറയുന്ന ആൻറ്റോ അഗസ്റ്റിൻ എന്ന്.